എല്ലാ മാന്യപരീക്ഷകർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നാം പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ പറ്റി ഒക്കെ ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശാരീരിക വേദനയെ പറ്റിയാണ്. എന്നാൽ ഇന്ന് നാം അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു കടന്നുപോയ മാനസിക വേദന. അതുമാത്രമല്ല, യേശുക്രിസ്തു അതിലൂടെ കടന്നുപോയപ്പോൾ യേശുക്രിസ്തു നാം ഓരോരുത്തരെ എത്ര അധികം മനസ്സിലാക്കുന്നു എന്നത് നാം ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ചിന്തയ്ക്കായി എന്നോടൊപ്പം ഉള്ളത് പാസ്റ്ററൽ കൗൺസിലർ പാസ്റ്റർ സാം GS ആണ്. താങ്ക് യു പാസ്റ്റർ ഫോർ ജോയിനിങ് us. പാസ്റ്റർ പറഞ്ഞാട്ട് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നാം കാണുന്നത് ഒരു പാപക്ഷമ എന്നുള്ളതും യേശുക്രിസ്തു നമുക്ക് വേണ്ടി വേദന സഹിച്ച് മരിച്ചു എന്നുള്ളതും മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ മാനസികാവസ്ഥ പോലും മനസ്സിലാക്കുന്ന ഒരു യേശുവിനെ നാം കാണാൻ സാധിക്കും. ഇതിനെപ്പറ്റി പാസ്റ്റർ എന്താ പറയുന്നത്? ഞാൻ ഐസയ 9:6 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഐസയ 9:6 ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ച് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അത്ഭുത മന്ത്രി എന്നൊരു പേരാണ്. പക്ഷേ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുമ്പം വണ്ടർഫുൾ കൗൺസിലർ എന്നാണ്. തമിഴിലാണെങ്കിൽ അതിങ്ങനെ പറയുന്നത് അതിശയമാന ആലോചന കർത്തർ. അപ്പോൾ മലയാളത്തിൽ നമ്മളതിനിങ്ങനെ മനസ്സിലാക്കണം, അത്ഭുതവാനായ ആലോചനക്കാരനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ആലോചനക്കാരൻ, നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് കൗൺസിലേഴ്സിനെ കാണാൻ പറ്റും. പക്ഷേ യേശു വണ്ടർഫുൾ കൗൺസിലർ ആകാനുള്ള കാരണങ്ങളിൽ ഒന്ന്, എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ യേശു കർത്താവിൻ്റെ ജനനം, ജീവിതം, അവസാനത്തെ ക്രൂശ് മരണം, ഇതിലെല്ലാത്തിലും ഒരു മനുഷ്യൻ ഏതെല്ലാം മാനസിക വേദനകളിലൂടെ കടന്നു പോകുമോ അവയെല്ലാം യേശു കർത്താവും അനുഭവിച്ചിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് യേശു അനുഭവിച്ച ലോൺലിനെസ്സിനെ കുറിച്ച് പറയാനാണ് കൂടുതൽ ഇഷ്ടം. അതായത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണവുമായി നാം ബന്ധപ്പെടുത്തുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് ഇവൻറ്റ്സ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരിൽ ഒരു വേള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു യൂദ. ആ യൂദ തന്നെ മഹാപുരോഹിതന്മാരോട് പോയി 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റുകൊടുക്കാം എന്ന് ഏൽക്കുകയും അതിനുള്ള പ്ലാനുകൾ അദ്ദേഹം എടുക്കുകയും ചെയ്യും. അപ്പോൾ 11 ശിഷ്യന്മാരിൽ ഒരു വ്യക്തി ഒറ്റുകാരനായിട്ട് മാറി. അത് കഴിഞ്ഞു പിന്നെ യേശുവിൻ്റെ കൂടെ ഉള്ളത് 11 പേരാണ്. ഗത്സമനയിലോട്ട് യേശു പോകുമ്പം 11 പേരേ ഉള്ളൂ. ആ 11-ൽ തന്നെ നമുക്കറിയാം യേശുവിന് ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആ ഇന്നർ സർക്കിളിലുള്ള 3 പേരുമായിട്ട് ഗത്സമന തോട്ടത്തിലേക്ക് പോകുമ്പോൾ യേശു അവരോട് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ്. പക്ഷേ യേശു ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവരെന്ത് ചെയ്യാണ്? ഉറങ്ങുകയാണ്. അപ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരു നാഴിക പോലും എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലേ? അപ്പോൾ യേശു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ആവറേജ് 20-25,000 യേശുവിൻ്റെ ശുശ്രൂഷയിൽ ആൾക്കൂട്ടം കൂടുമായിരുന്നു. പക്ഷെ ലാസ്റ്റ് തനിക്ക് ഏറ്റവും വേദനയുള്ള ഒരു സമയമായിരുന്നു. അവിടെ പറയുന്നത് തൻ്റെ വിയർപ്പ് തുള്ളികൾ വലിയ ചോരത്തുള്ളികൾ പോലെ നിലത്ത് വീണുവെന്നാണ്. താൻ പ്രാണവേദനയിലായിരുന്നു. അതായത് മരിച്ചു പോകും, മരണത്തോട് അടുത്ത വേദനയിൽ എത്തുമ്പോൾ അത്ര തീവ്രമായ ദുഃഖത്തിൽ യേശു കടന്നു പോകുമ്പോൾ, മറ്റൊരു രീതി പറഞ്ഞ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറം അല്ലെങ്കിൽ മാക്സിമം വേദനയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഒരു വേദനയുടെ സമയത്ത് 3 പേരോട് താൻ ഏറ്റവും സ്നേഹിച്ച മറുരൂപ മലയിലെ എക്സ്പീരിയൻസ്, യായിറോസിൻ്റെ വീട് തുടങ്ങിയ മിക്ക മെയിൻ ഇവൻസിലും കൂടെ ഉണ്ടായിരുന്ന 3 ശിഷ്യന്മാരും ഉറങ്ങുന്നതാണ് കാണുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, 3 വട്ടമോ ഉറങ്ങുന്നത് കാണുന്നത്. അപ്പോൾ ഈ ഉറങ്ങുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും യേശുവിന് ഉണ്ടായൊരു വേദന വലുതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അതിൻ്റെ തുടക്കമാണ് ഗത്സമനയിൽ. അത് കഴിഞ്ഞിട്ടാണ് യേശു ട്രയൽസിൻ്റെ സമയത്തോട്ട് യേശു പോകുന്നുണ്ട്. ട്രയലിലോട്ട് പോകുമ്പോൾ അതിന് മുന്നേ തന്നെ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ശിഷ്യന്മാരെല്ലാം 4 വഴിക്ക് പോയി.
അവിടെ യേശു പറയുന്നുണ്ടല്ലോ, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിക്കുന്നു. അതെ, അതുപോലെ എൻ്റെ മുമ്പത്തെ വാക്യത്തിലാണെങ്കിൽ അവൻ ദുഃഖിക്കുകയും അത്യന്തം വിഷമിക്കുകയും ചെയ്തു. അപ്പം വ്യസനിക്കുകയും ചെയ്തു. അതെ, അപ്പം യേശു ദൈവമാണെങ്കിൽ പോലും മനുഷ്യന്റെ പൂർണ്ണ വേദനയും മനസ്സിലാക്കിയ കാഴ്ച നാം കാണുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇന്ന് ചെറിയ പ്രായം മുതലേ നമ്മുടെ കുട്ടികൾ പോലും പറയും ഐ ഫീൽ ലോൺലി. എനിക്ക് ആരുമില്ല, എനിക്ക് മിണ്ടാനും പറയാൻ ആരുമില്ല, എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ആരുമില്ല, എൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല എന്നുള്ളൊരു ഫീൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ യേശു അത് അതിൻ്റെതായ തലത്തിൽ മനസ്സിലാക്കി. ഇതൊരു തുടക്കം മാത്രമാണ്, അതിൻ്റെ ബാക്കിയും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ യേശുവിനെ പിടിക്കുമ്പോൾ എല്ലാവരും ചെതറിപ്പോകും. ചെതറിപ്പോയതിനു ശേഷം യേശു ട്രയലിൽ നിൽക്കുന്ന സമയത്ത്, അതായത് യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്നത് പത്രോസ് കുറച്ച് മണിക്കൂർ മുന്നേ പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കാനേ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ ആ പത്രോസ് തന്നെ ബാല്യക്കാരത്തിയുടെ മുമ്പിൽ പോലും തള്ളിപ്പറയുക, ഒന്നല്ല 3 വട്ടം തള്ളിപ്പറയുക. ഈ തള്ളിപ്പറയൽ യേശു കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. യേശു അവിടെ അപ്പുറത്ത് നിൽക്കുക, ഇപ്പുറത്ത് മുറിയിൽ തീ കാഞ്ഞുകൊണ്ടിരുന്നിട്ടാ തള്ളിപ്പറയുന്നത്. അപ്പോൾ യേശു തിരിഞ്ഞു നോക്കി. പിന്നാലെ അദ്ദേഹത്തിന് സങ്കടം ഉണ്ടായ സംഭവമൊക്കെ പുറത്ത് പോയതും പൊട്ടിക്കരഞ്ഞതൊക്കെ നമ്മൾ വായിക്കുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തീവ്രമായ വേദനയായിരുന്നു. മറുവശത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കണം. യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരും അനുഭവിച്ചവരുമായ ജനമാണ് യേശുവിലൊരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, ഒരുപക്ഷെ യേശു ദൈവമായതുകൊണ്ട് യേശുവിനെ നേരത്തെ അറിയാം, എങ്കിൽ പോലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ 3.5 വർഷം കൂടെ കൊണ്ട് നടന്ന ശിഷ്യന്മാർ ഒന്നുമില്ലെങ്കിൽ ഇന്നർ സർക്കിളിൽ 3 പേരെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവരെയും കിട്ടിയില്ല. അതാണ് പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി എന്നുള്ളത്. ഒറ്റയ്ക്കായിരുന്നു യേശു. അപ്പം നമ്മളും പലപ്പോഴും ചിന്തിക്കുക, അയ്യോ ഞാൻ ഒറ്റയാണല്ലോ. ഏറ്റവും കൂടുതൽ നമ്മളൊരു സഹായം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കഷ്ടതയുടെ സമയത്താണ്, വേദനയുടെ സമയത്ത്. കാരണം സന്തോഷമുള്ളപ്പോൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് കാണും, ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. പക്ഷെ സങ്കടം വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് തിരഞ്ഞു നോക്കും, പക്ഷെ പലപ്പോഴും ആരെയും കിട്ടൂല. ഇപ്പം ഇങ്ങനൊരു വേദനയുമായിട്ട് യേശുവിൻ്റെ അടുത്ത് പോയാൽ യേശു പറയുന്ന വേറൊന്നുമല്ല, ഒരു കാര്യം ചെയ്യും, എൻ്റെ ഗെത്സെമനൽ എക്സ്പീരിയൻസ്, എൻ്റെ ട്രയൽസ് അല്ലെങ്കിൽ വിചാരണ നടന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കുക. അതും കഴിഞ്ഞു പിന്നെ യേശു ഗോൽഗോത്ത മലയിലോട്ട് ക്രൂശുമായിട്ട് പോകുന്ന സമയത്ത് യേശുവിനെ ക്രൂശ് വഹിക്കാൻ വയ്യ, വീണ്ടും എഴുന്നേറ്റ് പോകുന്നത്. അപ്പോഴും വന്ന് ആ ക്രൂശിൻ്റെ ഒരു മൂല താങ്ങാനോ അല്ലെങ്കിൽ മാറി നിന്ന് യേശു ഞാൻ ചുമക്കാന്ന് പറയാൻ ഒരു ശിഷ്യനെ പോലും അവിടെ ഞാൻ കണ്ടില്ല. അവിടെയും പട്ടാളക്കാർ നിർബന്ധിച്ചിട്ടാണ് കുറേനക്കാരനായ ശീമോൻ വന്ന് യേശുവിൻ്റെ ക്രൂശ് ചുമക്കുന്നത്. അതൊക്കെ തീവ്രമായ വേദനയാണ്. ഒറ്റയ്ക്കായിപ്പോയി. ആ ഗെത്സമന തോട്ടത്തിന് തൊട്ട് മുന്നേ വരെ ആ പന്തിയിരിക്കുമ്പോഴും ഉണ്ട് 12 പേരും. അതിൽ ഒരു ശിഷ്യൻ തോളോട് ചാഞ്ഞിരുന്നിട്ടാ യേശുവിനോട് ചോദിക്കുന്നത്, ആരാ കർത്താവ് ഒറ്റ കൊടുക്കുന്നത്, ആരാ ഒറ്റ കൊടുക്കുന്നത്. അത്രമാത്രം ക്ലോസ് റിലേഷൻ യേശു അവരുമായിട്ട് കീപ്പ് ചെയ്തിരുന്നു. ആഹാരത്തിന് ആഹാരം, അതുപോലെ നല്ല സ്റ്റാറ്റസാണ്, അത്ഭുതത്തിന് അത്ഭുതം. കടലിൽ പോയി വല്ലതും സംഭവിച്ചാൽ അവിടെ യേശു. ഇനി കരം കൊടുക്കാൻ പൈസ ഇല്ലയോ, അവിടെയും യേശു. എന്ത് കാര്യത്തിനും യേശു ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തു കൊടുത്ത് നന്മ അനുഭവിച്ച ശിഷ്യന്മാരാണ് യേശുവിനെ എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് മൊമെന്റിൽ കാണുന്നില്ല. അതിൽ ഒന്നാമനെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന പത്രോസാണ് എന്ത് ചെയ്യുന്നത്, തള്ളി പറയുന്നത്. അപ്പൊ ആ സമയത്തുണ്ടാകുന്ന വേദന ഞാൻ വിശ്വസിക്കുന്നു ശാരീരികമായി അനുഭവിച്ച വേദനയെക്കാളും വലിയ വേദനയായിരുന്നിരിക്കണം യേശു അനുഭവിച്ച ആ ഒരു ലോൺലിനെസ്. ആരും കൂടെ ഇല്ലായിരുന്നു. യേശുവിന് വേണ്ടി മരിക്കും എന്ന് പറഞ്ഞ പത്രോസ് പോലും ഇല്ലായിരുന്നു. അതാണ് യേശു അനുഭവിച്ച ഒരു ലോൺലിനെസ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ലോൺലിനെസ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ യേശുവിനെ നന്നായിട്ട് മനസ്സിലാവും. യേശു ബന്ധങ്ങളിൽ ഏകാന്തത അനുഭവിച്ചു, സമൂഹത്തിൽ ഏകാന്തത അനുഭവിച്ചു. എന്നാൽ ഇതിലും ഒക്കെ ഉപരി ലോകത്തിൻ്റെ പാപം യേശുവിൻ്റെ മുന്നിൽ ഇടപെട്ടപ്പോൾ നാം കാണുന്നത് പിതാവ് പോലും മുഖം മറച്ച് കളയുന്നത്. തീർച്ചയായിട്ടും
താങ്ക് യു. അത് ലാസ്റ്റ് മൊമെന്റ് വരുമ്പോൾ ക്രൂസിലെ മൊഴികളിൽ ഒരു പ്രധാനപ്പെട്ട മൊഴിയാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവമക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ ദൈവം എന്നെ മറന്നു കളഞ്ഞോ, ദൈവം എനിക്ക് മുഖം മറച്ചു, ദൈവം എനിക്ക് മറുപടി തരുന്നില്ല എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഹിതമെന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂസിൽ മരിക്കുക എന്നുള്ളതായിരുന്നു, ക്രൂശു മരണം. അപ്പം ആ നിയോഗം യേശു തൻ്റെ ചുമലിൽ പേറി ലാസ്റ്റ് മൊമെന്റിൽ എൻ്റെ പിതാവേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പം ആ നിയോഗം യേശുവിൻ്റെ മേൽ കിടക്കുമ്പോൾ അവിടുന്ന് താഴെ ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ വേദന കാണാതെ പിതാവായ ദൈവം മുഖമങ്ങ് മറച്ചു കളഞ്ഞു. അപ്പൊ ആ വേദനയും ഒരു വേള ദൈവം മുഖം മറയ്ക്കുന്ന വേദന പോലും ആർക്ക് മനസ്സിലാവും? യേശുവിന് മനസ്സിലാവും. പിതാവായ ദൈവം പോലും മുഖം മറച്ചു കളഞ്ഞു. ഒരു മനുഷ്യരാരും ഇല്ലെങ്കിൽ അടുത്ത ആശ്രയം ആരാണ്? ദൈവമാണ്. ദൈവവും കൂടെ സൈലന്റ് ആകുമ്പോൾ ഭയങ്കര പെയിൻഫുള്ളാണ്. പക്ഷെ ആ പെയിനും ആർക്ക് മനസ്സിലാവും? യേശുവിന് മനസ്സിലാവും. കാരണം ക്രൂസിൽ പിതാവായ ദൈവം മുഖം മറച്ചു കളഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് യേശു ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വചനം പറയുന്ന ഒരു വലിയൊരു സത്യം അത് തന്നെ. അതുപോലെ മറ്റൊരു കാര്യം, എന്നെ ചിന്തിപ്പിച്ച കാര്യം, ക്രൂശിൽ കിടക്കുമ്പോൾ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറയുമ്പോഴും യേശു ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, എൻ്റെ ദൈവമേ. അന്നേരവും ദൈവത്തെ എൻ്റെ ദൈവമെന്ന് വിളിക്കാൻ സാധിച്ചത് ചെറിയ കാര്യമാണ്. തീർച്ചയായിട്ടും അവിടെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, യേശുവിന് ഈ ഏകാന്തതയെക്കുറിച്ച് വലിയ അറിവുള്ളപ്പോൾ തന്നെ ആ ഏകാന്തതയിലും കൈവിടാത്തവനാണ് ദൈവം എന്നുള്ളൊരു മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ആ ഇവൻ്റ് എന്നെ ദൈവം ഒരുപാട് ധൈര്യപ്പെടുത്തിയുള്ളൊരു ഇവൻ്റാണത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ യേശു പറയുന്നൊരു വാചകമുണ്ട്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയും. അപ്പം എന്നിട്ട് യേശു വന്ന് ശിഷ്യന്മാർ ഉറങ്ങുന്ന കണ്ടിട്ട് തിരിച്ചു പോകുമ്പം പിതാവായ ദൈവം അവിടെ സൈലൻ്റ് ആയിട്ടിരുന്നില്ല. പിതാവായ ദൈവം ചെയ്തത് തൻ്റെ ദൂതനെ അയച്ചു, ധൈര്യപ്പെടുത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലോൺലിനെസ്സിലൂടെ കടന്നു പോകുമ്പോഴും പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, നമ്മൾ കാണുന്നില്ല, ദൂതൻ വന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ധൈര്യപ്പെടുത്തുക. അപ്പോൾ യേശുവിന് ആ ധൈര്യം മതിയായിരുന്നു. ചില സാഹചര്യങ്ങളിൽ ദൈവം മനുഷ്യരെ നമുക്ക് വേണ്ടി, കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കും. മനുഷ്യരുടെ കമ്പനിയേക്കാൾ എത്രയോ നല്ലതാണ് ദൂതന്മാരുടെ കമ്പനി. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഒരു 500 മനുഷ്യർ ചുറ്റും നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് അങ്ങയുടെ ഒരു ദൂതൻ എനിക്ക് കമ്പനി തരുന്നത്. അതിനേക്കാളും വലുതാണ് യേശു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ലോൺലിനെസ് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാന്ന് ചിന്തിക്കണ്ട. നമ്മൾ മനുഷ്യരിൽ നിന്ന് ഒറ്റപ്പെടുമ്പോൾ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് വിടത്തില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ വാചകം വളരെ പ്രസക്തമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ട ദൈവഹിതങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ഹിതം കുറച്ച് നാൾ കൂരിൽ താഴ്വരയാണ്, ജീവിതത്തിലെ പ്രതിസന്ധിയാണെങ്കിൽ നമ്മളത് കടന്നു പോയേ മതിയാവും. അത് വേഗത്തിൽ മാറണമെന്ന് ചോദിച്ചാൽ ദൈവം അങ്ങനെ മാറ്റത്തൊന്നുമില്ല. അത് ദൈവം നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഹിതം അതാണ്, അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഏകാന്തതയിലായിരിക്കുമ്പോൾ തന്നെ ആ ദൈവത്തെ പറ്റിയുള്ള ശരിയായ കാഴ്ചപ്പാട്, ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ സമൂഹത്തിൽ ഏകയാണ്, എല്ലാവരും നിന്ദിക്കപ്പെട്ടവളാണ്, എന്നാൽ അവളുടെ ഉള്ളിലൊരു ശരിയായ ഒരു ദൈവത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഞാൻ ആ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. തീമയുടെ മകനായ ഭർത്തിമയെ പറ്റി നോക്കിയാലും കുരുടനാണ്, എല്ലാവരും തന്നെ മിണ്ടാതാക്കാൻ ശ്രമിച്ചു. അവിടെയും ഒരു ഏകാന്തതയുടെ അനുഭവം നമുക്ക് കാണുന്നു. അവിടെയും പക്ഷേ ദൈവം കൃപാലുവാണ്, ദൈവം ദയ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം എന്ന് പറയാൻ സാധിച്ചത്. ഈ
ഏകാന്തതയുടെ മധ്യം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തെ പറ്റിയ ശരിയായ കാഴ്ചപ്പാട് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വാക്ക് എൻ്റെ മനസ്സിൽ വരുന്നത്. അതിൽ നമ്മളങ്ങ് ഉറയ്ക്കണം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. ആ പാട്ടൊക്കെ പാടാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ വരുമ്പം മുറുകെ പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ആ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ധൈര്യമുണ്ട്. എന്തുകൊണ്ട് മുറുകെ പിടിക്കണം? നമ്മുടെ ഈ ലോൺലിനെസ്സും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കർത്താവാണ് നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഏകാന്തം അനുഭവിക്കാത്ത ആരുമില്ല. നേരത്തെ പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് വരെ ലോൺലിനെസ് ഉണ്ട്. എന്നാൽ ആ ഏകാന്തതയുടെ മധ്യത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ദൂതനുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് ദൈവം തന്നെ ഇറങ്ങി വരും. ഏലിയ ഒറ്റയ്ക്ക് പോയി കിടന്നു. ഇപ്പോൾ മതി കർത്താവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണേ എന്ന് പറഞ്ഞു. അവിടെയും ദൈവം ആരെ അയച്ചു? ദൈവത്തിൻ്റെ ദൂതനെ അയച്ചു. സോ ഏത് വേദപുസ്തകം നമ്മളെടുത്ത് പഠിച്ചാൽ എവിടെയൊക്കെ ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഒന്നുകിൽ ദൈവം നേരിട്ട് വരും, അല്ലെങ്കിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. ദാനിയേൽ സിംഹക്കുടിയിൽ പോയി വീണത് ഒറ്റയ്ക്കാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ വരെ രാജ്യത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു. ആർക്കും സഹായിക്കാൻ സാധിച്ചില്ല. മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മുടെ ഏകാന്തതകളിൽ നമ്മളെ സഹായിക്കാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അത് ഇത്രയും മനസ്സിലാക്കുന്ന കർത്താവ് നന്നായി ഡീപ്പായിട്ട് മനസ്സിലാവും. നമുക്ക് ഏറ്റവും കൂടുതൽ വേദന വരുന്ന എപ്പോഴെന്നറിയാം? നമ്മുടെ കൂടെ ഇരുന്ന്, കൂടെ ഉണ്ട്, കൂടെ ഉറങ്ങി, ഒരു വേള നമ്മളിൽ നിന്ന് അധികം ബെനഫിറ്റ് കൈപ്പറ്റിയ വ്യക്തികളെ നമുക്കെതിരെ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ലോൺലിനെസ് ഉണ്ട്. പണ്ട് അഹീതോഫൽ ശത്രുപാളയത്തിൽ ചെന്നു, അല്ലെങ്കിൽ അബ്സലോമിൻ്റെ പാളയത്തിലോട്ട് പോയപ്പോൾ ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്തുവാ? അഹീതോഫലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണം. കാരണം അപ്പുറത്തോടങ്ങ് ചാടിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു തീവ്രമായൊരു വേദനയുണ്ട്. അതും ദൈവത്തിന് മനസ്സിലായി. വളരെ ഈസി ആയിട്ടാണ് ദൈവം ആ കാര്യത്തെ ഹാൻഡിൽ ചെയ്തത്. മറ്റൊരു വ്യക്തിയോടെ കൂച്ചായിയെ കൊണ്ടു ചെല്ലുകയും, ഞാൻ ഒത്തിരി വിവരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ലോൺലിനെസ് എവിടെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പെഷ്യൽ കരം വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് സമയം അതിനോട് കടന്നു പോകണം. പാട്ടുകാരൻ പറയുന്നത് പോലെ ഏകനെന്ന് നീ കരുതിയിടുമ്പോൾ തുണയായ ആരും ഇല്ലെങ്കിലും തലയിണയേക്കാൾ മാത്രം എന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. തീർച്ചയായിട്ടും യാക്കോബിൻ്റെ ഇവണ്ട്. അതെ അതെ, അവിടെയും താൻ ഏകനായിരുന്നു, ഒറ്റയ്ക്ക് ഇറങ്ങി ഓടുന്നത്. അവിടെയും ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുകയും ചെയ്തു എന്നാണ്. ആ ഒരു ഫ്രേസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇറങ്ങുകയും കയറുകയല്ല, കയറുകയും ഇറങ്ങുകയും. ആൾറെഡി ഉണ്ടായിരുന്നു. അവർ മുകളിൽ പോയി എന്തോ മെസ്സേജൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ പല രീതിയിലും ചിന്തിക്കാം. ഒന്നുകിലും മെസ്സേജ് അങ്ങോട്ട് പാസ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞപ്പം ഇവർ കയറി അടുത്ത ഷിഫ്റ്റിനുള്ള ആളുകൾ വന്നതായിരിക്കാം. എനിവേ, എന്താണെങ്കിലും ഓൾവേസ് യാക്കോബിൻ്റെ കൂടെ ദൂതന്മാരുണ്ട്. നമ്മൾ പലപ്പോഴും സത്യത്തിൽ നമ്മൾ ലോൺലി അല്ല എന്നുള്ളതാണ് പരമാർത്ഥം പറഞ്ഞത്. നമ്മുടെ കൂടെ ദൈവം ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല. നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുക. പക്ഷെ നമ്മളത് തിരിച്ചറിയാണ്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു നാളും കൈവിടുകയല്ല, ഉപേക്ഷിക്കില്ല. ആ വാക്യം എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. എൻ്റെ ചർച്ചിലെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യത, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതൊരു ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ ഏത് ലോൺലിനെസ്സിൻ്റെ മധ്യത്തിലാണെങ്കിലും കർത്താവിനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അവസാനമായി ഈ പ്രോഗ്രാം കേൾക്കുന്നവർക്ക്, ഏകാന്തത അനുഭവിക്കുന്നവർക്ക് ഒറ്റ വരിയിലൊരു സന്ദേശം കൈമാറുവാനായിട്ടുണ്ടെങ്കിൽ എന്തുവാ പാസ്റ്റർ പറയാൻ? ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യേശു ഏകാന്തത നന്നായി അനുഭവിച്ച് കടന്നു പോയതാണ് നമ്മുടെ യേശു. അതുകൊണ്ട് തന്നെ നമ്മളെ നന്നായി മനസ്സിലാക്കും. പലപ്പോഴും ഏകാന്തത കൂടിക്കഴിയുമ്പോൾ നമ്മൾ ഏകാന്തതയെ ഫോക്കസ് ചെയ്യും. ഏകാന്തതയിൽ വെളിപ്പെടുന്ന ദൈവത്തെ നമ്മൾ തിരിച്ചറിയാതെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഏകാന്തത ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺ ആകും, ഡിപ്രസ്ഡ് ആകും, ആങ്ഷ്യസ് ആകും. എന്നാൽ ആ ഏകാന്തതയുടെ നടുവിലും ഇറങ്ങി വരുന്ന നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്ന ആസാവ് പറയുന്ന പോലെ, നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ആ കർത്താവ് നമ്മുടെ വലങ്കൈക്ക് എപ്പോഴും പിടിച്ചിട്ടുണ്ട്.
ഗുഡ് ടൈംസിലാണെങ്കിലും ബാഡ് ടൈംസിലാണെങ്കിലും കർത്താവ് നമ്മുടെ കരം ഉറപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പിടിച്ചിരിക്കുന്നതല്ല, കർത്താവ് നമ്മളെ ഇങ്ങോട്ട് ഉറപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വഴുതി പോകാൻ ഇടവരത്തില്ല, ഇടറിപ്പോകാൻ ഇടവരത്തില്ല. അതുകൊണ്ട് ധൈര്യത്തോടു കൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം. താങ്ക് യു പാസ്റ്റർ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം വന്നതിന് ദൈവം പാസ്റ്ററിനെയും ശുശ്രൂഷകൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അല്പസമയം നമ്മളോടൊപ്പം ചെലവാക്കി നമ്മളെ ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.